ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു അരമുക്കാൽ കപ്പോളം എടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാനൊരു 3 പച്ചമുളക് എടുത്ത് ചെറുതാണ് കേട്ടോ. വലുതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഒരുപാട് അങ്ങ് എരിവ് വേണ്ട, ആവശ്യത്തിനുള്ള എരിവ് മതിയാവും. വലിയ മുളകൊക്കെ ആണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു 1.5 ഒക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടണ്ട, കാരണം വെള്ളരിക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളരിക്ക ആണെങ്കിലും കറി വെള്ളരിക്ക ഉണ്ടല്ലോ, കറി ഉണ്ടാക്കുന്ന വെള്ളരിക്ക, ആ വെള്ളരിക്ക ആണെങ്കിലും നമ്മുടെ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, അതാണെങ്കിലും മതി കേട്ടോ. ഒരു അരമുറി എടുക്കാം. ഞാൻ ചില സമയത്ത് സാലഡ് കുക്കുംബർ ഇട്ടും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം. കൊണ്ടാട്ടമുളക് കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ പിന്നീടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു പിടിയോളം തേങ്ങ കേട്ടോ. ഒരുപാട് തേങ്ങ വേണ്ട, ഒരു പിടി മതിയാവും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ പീസാക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി, വലുതായതുകൊണ്ട് ഒന്ന് ചേർത്ത്, നല്ല ചെറുതാണെങ്കിൽ 2 ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായി വെന്തു. എന്നിട്ട് ഞാൻ ആ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചോളൂ. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ്, ആ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ അരപ്പിൻ്റെ ടേസ്റ്റ്, റോ ടേസ്റ്റ് ഒന്ന് മാറണം, അതിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പൊതുവേ കൊണ്ടാട്ടമുളകൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകും. നമ്മുടെ ഉപ്പുമുളകല്ലേ, കൂടുതലും പാലക്കാട്ടേക്കൊക്കെ കൊണ്ടാട്ടമുളകെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ അരപ്പ് ഒന്ന് ആ റോ ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തു. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തൈര് ചേർത്ത കറികൾക്ക് എപ്പോഴും ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് പ്രത്യേക സ്വാദാണ് കേട്ടോ. ആ പുളി ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവും. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിരിക്കില്ല. ഒരു നുള്ളേ ചേർക്കാവുള്ളൂ. അധികമായി കഴിഞ്ഞാൽ ആ ഒരു മധുരം വരും അതിന്. അപ്പോൾ ഒരു നുള്ള് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിലും ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ പുളിയൊന്ന് ബാലൻസ് ആവും. ഇതങ്ങ് ഓവർ പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്, ആ രീതിയിലുള്ളൊരു തൈരാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് തൈര് ചേർത്താൽ തൈരിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകും ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 2 വറ്റൽമുളക് കൂടി ഇടുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൊണ്ടാട്ടമുളക് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്, അത് പറഞ്ഞുതരാം. ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ഒരു 7-8 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. ചെറുതായത്, വലുതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ കനം കുറച്ച് എടുത്താൽ മതി. പിന്നീട് ഒരു കാര്യം, സാധാരണ ഉള്ളി ചേർത്ത് മൂപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം വറ്റൽമുളക് ചേർക്കാറില്ല. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ വറ്റൽമുളക് ചേർക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് വറ്റൽമുളക് അങ്ങ് ഓവറായിട്ട് മൂത്ത് പോവും. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ പറ്റിയതാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യുക, ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ വറ്റൽമുളക് മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളി മൂക്കുന്ന സമയം കൊണ്ട് ഓവറായിട്ട് മൂത്ത് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ളി അത്യാവശ്യം മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയമായി വരുമ്പോൾ, ഒരു 1/4 മൂപ്പൊക്കെ ആയി വരുമ്പോൾ മാത്രം വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഓവറായിട്ട് അങ്ങ് റോസ്റ്റായി പോകും. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് നമ്മുടെ കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 എണ്ണം, കുറച്ച് വലിപ്പമുള്ളതാണെങ്കിലും ഒരു 5-6 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 മൂപ്പാവുമ്പോൾ
ഈ മുളക് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഉള്ളി ഓവർ മൂക്കാതെ നോക്കുക. നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം നമ്മുടെ മുളക്. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വറ്റൽമുളക് മാറ്റി വെച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഉപ്പുള്ള മുളകാണ് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്, നല്ല ഉപ്പും ഒക്കെ ഉള്ളൊരു മുളകാണ്. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം മുളകും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. കണ്ടോ, ഒരു സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പതുക്കെ. എന്നിട്ട് അത് രണ്ട് സൈഡും നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് മുളക് പൊടിയും കൂടി ആ ചൂടെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, കുറച്ചുകൂടെ കളർ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത്, ഓവറായിട്ട് തിക്കാക്കി എടുക്കരുത്. എന്നിട്ട് നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ ശരിക്കും വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എടുക്കുമ്പോൾ ഒരു മുളകും കുറച്ച് കറിയും കൂടി ചേർത്തിട്ട് ആ മുളക് നന്നായിട്ട് നമ്മുടെ ചോറിൽ ഉടച്ച് കറി കൂട്ടി കഴിക്കാം. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. മുളകും ആ ഒരു കറിയും കൂടെ എടുത്താൽ മതി. അപ്പോൾ ആ മുളകിൻ്റെ എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ആ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. ഈ കൊണ്ടാട്ട മുളകൊക്കെ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ ചോറിന് കറിയൊന്നും ഉണ്ടാക്കാനുള്ളൊരു ടൈമില്ല, അല്ലാന്നുണ്ടെങ്കിൽ മടിയൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. വേറെ ഒരു കറിയുടെയും ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല നമുക്കിതിന്. കാരണം നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ഡിഷ് വേണം. എരിവുള്ള എന്തെങ്കിലും കറികളോ അങ്ങനെയൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ ഒരു തോരനോ ഉപ്പേരിയോ മുട്ട പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എരിവിന് ആ മുളകും ഉണ്ടാവും, നമുക്ക് കറി ഉണ്ടാവും. ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ, ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നേരത്തെ വീഡിയോസ് കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.